സത്യത്തിൽ ആത്മീയ ദർശനം പകർന്നു കൊടുക്കുക എന്നുള്ളത് ഒരു നല്ല ദൗത്യം തന്നെയാണ്. എങ്കിലും ഇന്നത്തെ കാലത്ത് ഒരുപാട് ആധുനിക ചിന്തകളും ആധുനിക കാഴ്ചപ്പാടുകളുമുള്ള ഒരു വലിയ സമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു വിഷയം കേട്ട് കഴിഞ്ഞാൽ ആ കേൾക്കുന്ന വിഷയത്തിനെ സത്യസന്ധമായി ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവം അത് ആ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. കാരണം കൂടുതൽ അതിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നതല്ല, എന്തെങ്കിലും ഒരു വിഷയം കേട്ടാൽ ആ കേൾക്കുന്ന കാര്യം സത്യമാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇന്ന് ഗൂഗിൾ, അതുപോലെ യൂട്യൂബ് ചാനൽ, ഇതുപോലെ പലതിലും സെർച്ച് ചെയ്ത് അതിനൊക്കെ ഉത്തരം കണ്ടെത്താൻ എളുപ്പം കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരാളുടെ മുമ്പിലേക്കൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ആ അവതരിപ്പിക്കുന്ന വിഷയം അവരുടെ ഉള്ളിൽ തട്ടണമെന്ന് നിർബന്ധമായൊരു കാര്യമല്ല. കാരണം പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ പല വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ജോലിയുടെ കാര്യമായാലും, അതുപോലെ തന്നെ കുടുംബം പുലർത്തുന്ന കാര്യമായാലും, അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളായാലും ഒക്കെ പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണുള്ളത്. ഒരു മുസ്ലിമായിട്ട് ജന്മം കൊണ്ടു എന്ന അടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്ര കഥകളും ഒക്കെ കേട്ട് തന്നെയാണ് ഞാനും വളർന്നത്. ഇന്ന് കാലം മാറി മനുഷ്യരൊക്കെ വർഗീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മറിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പല വിഷയങ്ങളെക്കുറിച്ചിട്ടും ആളുകൾ കമൻറ്റുകൾ ഇടുന്നതും പോസ്റ്റുകൾ ചെയ്യുന്നതുമൊക്കെ ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം രാഷ്ട്രീയപരമായിട്ടും ചില വ്യക്തി താല്പര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കതിനെ കണക്കിലെടുക്കാം. എങ്കിലും സാഹോദര്യത്തോടു കൂടി കഴിയുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അത് ചില പള്ളികളിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം ദേവാലയങ്ങളായ ചില ദർഗ ഷെരീഫുകൾ ഉണ്ട്. അത്തരം സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് ഒരു ഐക്യം, സ്നേഹത്തിൻ്റെ ഐക്യം മനസ്സിലാക്കാൻ പറ്റുക. അല്ലാണ്ട് ഒരു മുസ്ലിം പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഐക്യം മനസ്സിലാക്കാൻ പറ്റില്ല. മറിച്ച് ഒരു ദർഗ, ഒരു സൂഫി വര്യൻ്റെ ഏതെങ്കിലും ഒരു ദർഗയിൽ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ ഭീമാപ്പള്ളി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന വിഷയങ്ങളും അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലേക്കും ഒന്നും നോക്കാതെ ആ പള്ളിയിലേക്ക് നോക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ള ആളുകളും വന്നു പോകുന്നത് നമുക്ക് കാണുന്നുണ്ട്. കുറേ ആളുകൾ ഇതൊക്കെ ഷിർക്കാണ്, കുഫറാണ് എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ അതെല്ലാം വലിയ കാര്യത്തോടു കൂടി കാണുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അമ്മയെ തല്ലിയാൽ രണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ ഏത് വിഷയത്തിനും രണ്ടഭിപ്രായങ്ങൾ എന്നും ഈ നാടിൻ്റെ ഒരു അവസ്ഥയാണ്. ഒരു നല്ലതുണ്ടെങ്കിൽ ഒരു ചീത്തയുണ്ടാകുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കുഴപ്പമുണ്ടാകുന്നത് ഒരു നല്ലതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വിമർശനങ്ങളോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണിക്കുന്ന അവരുടെ ഓരോ ആചാരങ്ങളും ചിലപ്പോൾ നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതായിരിക്കാം. അതെല്ലാം ഒരു ജീവിത മാർഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് ഈ ദർഗയിൽ ചെല്ലുമ്പോൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന, അല്ലെങ്കിൽ അവിടെ മരണപ്പെട്ട് കിടക്കുന്ന ആ വ്യക്തിയുടെ, അല്ലെങ്കിൽ അതൊരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതകഥ ഒന്ന് പരിശോധിച്ച് അറിയുമ്പോൾ അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരെങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് അറിഞ്ഞ് അതിനെ മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. മറിച്ച് അവരെന്താണ് ഏതാണ് എന്നൊന്നും അന്വേഷിക്കാതെ കേവലം ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ ആ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന ചില ആളുകൾ, അതായത് പള്ളിയുടെ കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട് ആ ദർഗ നോക്കാൻ നിൽക്കുന്ന വ്യക്തികളും ഒക്കെ കാട്ടുന്ന പ്രക്രിയകൾ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിന് അതുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയില്ല. കാരണം മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളൊക്കെ വളരെ നിർബന്ധമായിട്ട് പരിപാലിക്കാനായിട്ട് ശരീഅത്ത് നിയമത്തിലൂടെ പറഞ്ഞതിൻ്റെ പേരിൽ അത്തരം ശരീഅത്ത് നിയമങ്ങൾ ഹൃദയത്തിൽ പതിഞ്ഞുപോയ ആളുകളൊക്കെ ഇത്തരം സദസ്സുകളിൽ ചെല്ലുമ്പോൾ അവരുടെ മനസ്സിലേക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് വലിയ പാടായിരിക്കും. എങ്കിലും ഞാനും ധാരാളം ദർഗകളിൽ പോകുന്നുണ്ട്. അത്തരം ദർഗകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിനും
ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്. പണത്തിന് വേണ്ടിയിട്ട് മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ആലയമായിട്ടാണ് പലപ്പോഴും അവിടുത്തെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. എങ്കിൽ അവിടെ മൺമറഞ്ഞിരിക്കുന്ന വ്യക്തിയെ എടുത്ത് നോക്കുമ്പോൾ ഒരു പണത്തെയും ആഗ്രഹിച്ചു കൊണ്ടുവന്നവരോ അല്ലെങ്കിൽ ഒരു പണത്തിന് വേണ്ടി ജീവിച്ചവരോ അവർ കോടീശ്വരന്മാരായവരോ ഒന്നുമല്ല. അവർ സാധാരണ ജീവിതം നയിക്കുകയും ദൈവത്തിനെ സ്നേഹിക്കുകയും അദൈവികമായ വഴിയിലൂടെ സഞ്ചരിച്ച് മരണപ്പെടുകയും ചെയ്തു. അവരുടെ ഖബറിടങ്ങൾ പിന്നീട് പിൽക്കാലത്ത് അത് ഓരോ ആളുകളും അവരവരുടെ ആചാരപ്രകാരം അതിനെ പുതുക്കിയും ഒക്കെ ആക്കി മാറ്റിക്കൊണ്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഓഫീസുകൾ കെട്ടി, അതുപോലെ പിരിവിന് വേണ്ടിയിട്ട് പല പല പാട്ടകളും അതിൻ്റെ മുമ്പിൽ തന്നെ കാണാം. ദർസ് കുട്ടികളുടെ വക, മറ്റേ കുട്ടികളുടെ വക, സലാത്തിൻ്റെ വക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം പെട്ടികൾ, എല്ലാം പണമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏത് പള്ളിയിലേക്ക് ചെന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ വ്യക്തികളും അവരുടെ ഇഷ്ടത്തിന് അതിലേക്ക് സമർപ്പിക്കുന്നതും അവരിൽ നിന്ന് പിടിച്ചു പറിച്ച് വാങ്ങിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരം പിടിച്ചു പറിച്ച് വാങ്ങിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. പേർവാടി ദർഗ അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. പല പ്രവർത്തനങ്ങളും നമ്മുടെ മനസ്സുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത തന്നെയാണ്. പക്ഷേ അവിടെ മൺമറഞ്ഞവരാരും ഇത്തരം പ്രവൃത്തിക്ക് വേണ്ടി വന്നവരല്ല. അവരെല്ലാം മതപ്രബോധനവുമായി വരികയും അതിൻ്റെ പേരിൽ അവിടെ പല ആശയ തർക്കങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ പല യുദ്ധങ്ങളും ഉണ്ടായി അതിലൊക്കെ മൺമറഞ്ഞു പോയവരാണ് അവർ. അവരാരും ചികിത്സിക്കാൻ വന്നവരല്ല, രോഗം മാറ്റാൻ വന്നവരൊന്നുമല്ല. പക്ഷെ ചില ആളുകൾ അവിടെ ചെന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രോഗശാന്തി, മറ്റേ ശാന്തി, മറിച്ച ശാന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി തലയെക്കെട്ടും കെട്ടിയിരിക്കുന്ന കുറേ ആളുകളുമൊക്കെ ഉണ്ട്. ഒക്കെ വയറ്റിപ്പഴപ്പിൻ്റെ വിഷയം തന്നെയാണ്. പക്ഷേ ഒന്നിനെയും വിമർശിക്കരുത്. കാരണം അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ അതല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ കാണേണ്ടത് എപ്പോഴും അവിടെ കിടക്കുന്ന ആളുടെ ജീവിതം അറിയുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് എൻ്റെ വീട്ടിലൊരു കുപ്പിയുണ്ട്, ഒരു ചില്ലിട്ട കുപ്പി. ആ കുപ്പി യിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ആ കുപ്പിയെ കേവലം 50 രൂപ അല്ലെങ്കിൽ 40 രൂപയൊക്കെ വില ഉണ്ടാവുള്ളൂ ആ കുപ്പിക്ക്. താഴത്ത് വീണാൽ പൊട്ടിപ്പോകുന്നതാണ് ആ കുപ്പി. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിലൊന്ന് താഴെ വീണ് പൊട്ടിക്കഴിയുമ്പോൾ അതിന് 50 രൂപയല്ലേ വിലയുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് നിസ്സാരമാക്കി തള്ളിക്കളയാൻ കഴിയും. എങ്കിലും ആ കുപ്പി എങ്ങനെ രൂപം പ്രാപിച്ചു വന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു അന്വേഷണം നടത്തുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വില മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കേവലം നമ്മൾ 50 രൂപ കൊടുത്ത് വാങ്ങിച്ച വിലയല്ല കാണേണ്ടത്. ആ കുപ്പി എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതിലേക്ക് നമ്മുടെ മനസ്സൊന്ന് പോകണം. ആ കാഴ്ച കണ്ട് വന്നവനിക്ക് ആ കുപ്പി ഒരിക്കലും അവൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ താഴെ വീഴില്ല. അപ്പോൾ നമുക്കെന്തായാലും ആ കുപ്പിയുടെ നിർമ്മാണം ഒന്ന് കാണാം. കണ്ടു നോക്കൂ.
കുപ്പിയുടെ നിർമ്മാണം നമ്മൾ കണ്ടു. സത്യത്തിൽ ആ കുപ്പി ഇത്രയും ഭംഗിയുള്ളൊരു കുപ്പിയായി മാറാൻ വേണ്ടി അത് അനുഭവിച്ച എത്രയോ അഗ്നിപരീക്ഷണങ്ങളിലൂടെയാണ് അത് കടന്നു വന്നൊരു രൂപം പ്രാപിച്ചത് അല്ലേ? അപ്പോൾ അത് കാണുമ്പോൾ ആ കുപ്പി എന്തെല്ലാം പ്രവർത്തനങ്ങളിലൂടെ, എന്തെല്ലാം എന്താ പറയുക, സാമഗ്രികളിലൂടെ കടന്നാണ് ഒരു കുപ്പിയായി അത് മാറിയത്. ഇത് കാണുമ്പോൾ ഇത് കണ്ട ഒരാൾക്ക് ആ കുപ്പിയെ താഴെ ഇടാൻ പറ്റില്ല. പക്ഷേ ഇത് കാണാത്തൊരാൾക്ക് ആ കുപ്പി കയ്യിൽ നിന്ന് അബദ്ധത്തിലൊന്ന് വീണ് പോയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് 50 രൂപയുടെ സാധനമല്ലേ, ഞാൻ വേണമെങ്കിൽ വേറെ വാങ്ങിച്ചു തരാമെന്ന് സിമ്പിളായിട്ട് പറയാൻ പറ്റും. പക്ഷെ അതിൻ്റെ നിർമ്മാണം, അതുണ്ടാക്കി വന്ന ആ ഒരു അവസ്ഥ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കയ്യിൽ നിന്ന് അത് തീറ്റിപ്പോകില്ല. എന്നതുപോലെ ഇത്തരം സൂഫികളെക്കുറിച്ച്, ദർഗകളെക്കുറിച്ച് നമ്മൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരന്വേഷണം നടത്തി ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മൾ വിമർശകരായി മാറുക. അവിടെ കാണുന്ന പ്രക്രിയകളോ അവിടെ കാണുന്ന പ്രവർത്തനങ്ങളോ നോക്കി അത് ഷിർക്കാണ്, കുഫറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നവർ വിഡ്ഢികളാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഏതൊരു വിഷയത്തെക്കുറിച്ചും അന്വേഷണം നടത്തി ബോധ്യപ്പെട്ടതിന് ശേഷം പരിഹസിക്കുക എന്നുള്ളതാണ് ഉത്തമമായ മാർഗം. അല്ലാതെ കേവലം കാഴ്ചകൾ കൊണ്ട് ഒന്നും വിലയിരുത്തി പരിഹസിക്കരുത്. അത് ഏത് കാര്യത്തെയായാലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അർത്ഥങ്ങളും ഈ യാതനകളും വേദനകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഒരാൾ എത്തുന്നത്. ആ യാതനയും വേദനയും നമ്മളറിയണമെങ്കിൽ നമ്മൾ അവരുടെ വഴിത്താരയിലൂടെ സഞ്ചരിച്ച് പോയി നമ്മൾ കാണാൻ ശ്രമിക്കണം. അല്ലാതെ ഒരു കാഴ്ച കൊണ്ട് ഇത് മോശമായി പോയി എന്ന് പറയരുത് എന്ന് സ്നേഹപൂർവ്വം പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയവുമായി നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്.